Hello friends, welcome to Gleanly Presents Victory Lab. 2026 RRB undergraduate aspirants വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ത്രൂ 2026 RRB NTPC ഗ്രാജുവേറ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ സീരീസ്. നമ്മളെ നോക്കാൻ പോകുന്നത് 16/3/2026 സെക്കൻഡ് ഷിഫ്റ്റ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. Under the Delhi Women and Child Development Department's Women Safety Policy 2025, what mandatory arrangement must be made for women staff if they are required to work late hours? Okay, late hours വർക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഡൽഹി വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വുമൺ സേഫ്റ്റി പോളിസി പ്രകാരം എന്ത് മാനേജ്മെൻറ്റാണ്, എന്ത് അറേഞ്ച്മെൻറ്റാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ട്രാൻസ്പോർട്ടേഷനാണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് അറേഞ്ച്മെൻ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിച്ച് ഷോർട്ട് കട്ട് സെലക്ട്സ് ഓൾ കണ്ടന്റ് ഇൻ എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിലെ എല്ലാ കണ്ടന്റും ഒറ്റയടിക്ക് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഏത് ഷോർട്ട് കട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ കൺട്രോൾ എ ആണ്. കൺട്രോൾ ആർ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ വേർഡിൽ കൺട്രോൾ ആർ യൂസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് അലൈൻമെൻ്റ് ആവും. ഓക്കെ, ടെക്സ്റ്റുകളെല്ലാം കൂടെ റൈറ്റ് അലൈൻമെൻ്റ് ആവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെബ് ബ്രൗസറിലാണ് നമ്മൾ കൺട്രോൾ ആർ നിൽക്കുന്നതെങ്കിൽ ആ വെബ് ബ്രൗസർ റിഫ്രഷ് ആവും. ഓക്കെ, റൈറ്റും റിഫ്രഷ് ആവും. ഇനി കൺട്രോൾ എസ് എന്ന് പറയുന്നത് അറിയാം എല്ലാവർക്കും, സേവ് ചെയ്യാനാണ്. കൺട്രോൾ ഇ ആണെങ്കിൽ നമ്മൾ ഒരു വേർഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സെൻറ്ററിൽ എന്ത് ചെയ്യും? അലൈൻ ആവും. ടെക്സ്റ്റുകളൊക്കെ സെൻറ്ററിൽ അലൈൻ ആവും. അതുപോലെ കൺട്രോൾ ഇ നമ്മൾ വെബ് ബ്രൗസറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെർച്ച് ബാർ അല്ലെങ്കിൽ അഡ്രസ് ബാർ ഫോക്കസ് ആവും. ഓക്കെ, അത് സെലക്ട് ആവും. ഓക്കെ, ഡ്യൂറിങ് PM നരേന്ദ്രമോദീസ് സ്റ്റേറ്റ് വിസിറ്റ് ടു ഭൂട്ടാൻ 11 to 12 നവംബർ 2025 വിസിറ്റ് ചെയ്തത്. വിച്ച് ഹൈഡ്രോളിക് പ്രോജക്റ്റ് വാസ് ജോയിൻലി ഇനാഗുറേറ്റഡ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ 1020 മെഗാവാട്ട് പുനക് ചങ്ചു സെക്കൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. ഓക്കെ, ഓൺ വിച്ച് റിവർ ഇൻ ഇന്ത്യ ഈസ് എ നാഷണൽ വാട്ടർവേ 57 ഡെവലപ്ഡ്? ഓക്കെ, നാഷണൽ വാട്ടർവേ 57 എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റിൽ എന്താണ് പ്രവർത്തനം ആരംഭിച്ച ഒരു നാഷണൽ വാട്ടർവേ ആണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ കൊപ്പിലി റിവർ ആണ്. ഓക്കെ, കൊപ്പിലി റിവർ. ഗണ്ഡക് റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗയുടെ ഒരു ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ്. നമ്മുടെ ബീഹാറിലൂടെയാണ് അത് ഒഴുകി ഗംഗയിൽ ചേരുന്നത്. ഇനി കാളി നദിയാണെങ്കിൽ അത് നമ്മുടെ ഉത്തരാഖണ്ഡിലൂടെ ഒഴുകി ഉത്തർപ്രദേശിലൂടെ പോകുന്നൊരു നദിയാണ്. അതുപോലെ തന്നെ കാളി നദി എന്ന് പറഞ്ഞ് കർണാടകയിലും ഒരു നദിയുണ്ട്. മെയിനായിട്ടും കാളി നദി ഉത്തരാഖണ്ഡിലെ നദിയാണ്. ഓക്കെ, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നൊരു നദിയാണ്. ഉത്തർപ്രദേശിൽ കയറി കഴിഞ്ഞാൽ കാളി നദിയുടെ പേര് ശാരദ എന്നാവും. ഓക്കെ, അതുപോലെ തന്നെ സുവാരി റിവർ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റിവറാണ്. സുവാരി റിവറിൻ്റെ എസ്റ്റുറി അല്ലെങ്കിൽ അഴിമുഖത്താണ് നമ്മുടെ ഗോവയിലെ മർമുഗാവോ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മർമുഗാവോ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് സുവാരി നദിയുടെ അഴിമുഖത്താണ്. ഓക്കെ, ഗോവയിലാണ്. ഓക്കെ, who among the following was a prominent disciple of Ramanuja's Sri Vaishnava tradition who played a significant role in spreading its Bhakti teaching to North India? Okay, നോർത്ത് ഇന്ത്യയിലേക്ക് ഭക്തി ടീച്ചിങ് സ്പ്രെഡ് ചെയ്ത രാമാനുജൻ്റെ ശ്രീ വൈഷ്ണവ ട്രഡീഷൻ്റെ ഒരു പ്രൊമിനൻറ്റ് ഡിസൈപ്പിൾ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം വന്നിട്ട് രാമാനന്ദയാണ് ഉത്തരം. നമുക്ക് രാമാനുചാരി ആരാണെന്ന് നോക്കാം. രാമാനുചാരി എന്ന് പറയുന്നത് നമ്മുടെ 1017 മുതൽ 1137 കോമൺ എറയിൽ ഉണ്ടായിരുന്നൊരു വേദിക് ഫിലോസഫറാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് വിശിഷ്ട അദ്വൈത എന്ന് പറയും. വിശിഷ്ട അദ്വൈത എന്ന് വെച്ചാൽ നോൺ ഡുവലിസമാണ്. അദ്വൈത എന്ന് വെച്ചാൽ നോൺ ഡുവലിസവും ദ്വൈത എന്ന് വെച്ചാൽ ഡുവലിസമാണ്. അപ്പം നോൺ ഡുവലിസത്തിലാണ് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലോർഡ് വിഷ്ണുവിനെയും ലക്ഷ്മിയൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വർഷിപ്പ് ചെയ്തിരുന്നത്. അതാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ നംദേവ് എന്ന് പറഞ്ഞാൽ 1270 മുതൽ 1350 കോമൺ എറയിൽ ജീവിച്ചിരുന്നൊരു ഒരു ഫിലോസഫറാണ്. വർക്കാരി എന്ന് പറയുന്ന ട്രഡീഷനിലാണ് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, ഇദ്ദേഹമാണെങ്കിൽ നോൺ ഡുവലിസമാണ്. ഇത് വർക്കാരിയിലാണ് വിശ്വസിച്ചിരുന്നത്. വിഥലയാണ് വർഷിപ്പ് ചെയ്തത്. വിഥല എന്ന് വെച്ചാൽ ഒരു വിഷ്ണുവിൻ്റെ ഒരു ഫോമാണ് വിഥലയാണ് വർഷിപ്പ് ചെയ്തിരുന്നത്. ഇനി മാധവാചാര്യ എടുക്കുകയാണെങ്കിൽ 1238 മുതൽ 1317 കോമൺ എറയിലാണ് ജീവിച്ചിരുന്നത്. ഡുവലിസത്തിലാണ് വിശ്വസിച്ചിരുന്നത്. ദ്വൈതയിലാണ് വിശ്വസിച്ചിരുന്നത്, അഥവാ ഡുവലിസത്തിലാണ് വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ വിഷ്ണു ആയിരുന്നു അദ്ദേഹം വർഷിപ്പ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി രാമാനന്ദയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രാമാനന്ദ വിശ്വസിച്ചിരുന്നത് രാമനെ സീതയൊക്കെയാണ്. ഓക്കെ, അവരെയാണ് വർഷിപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ
14th to 15th സെഞ്ചുറിയിലൊക്കെയാണ് രാമാനന്ദ ജീവിച്ചിരുന്നത്. ഓക്കെ, ഇദ്ദേഹം സാൻസ്ക്രിറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ബുക്സൊക്കെ എഴുതുമായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദിയിൽ ഇദ്ദേഹം പ്രീച്ച് ചെയ്യുമായിരുന്നു. ഓക്കെ, ഹിന്ദിയിലാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ് ഒക്കെ ചെയ്തിരുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദ 3-tier സ്ട്രക്ചർ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്? നമ്മുടെ പാർലമെൻറ്റിലേക്ക് നമ്മളൊരു ഗവൺമെൻറ് രൂപീകരിച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇലക്ഷന് ശേഷം ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ 3-tier സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും 3-tierൽ ഏറ്റവും ഹൈ പൊസിഷനിൽ വരുന്നത്. ദെൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് വരും. ദെൻ അതിനുശേഷമാണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് നോക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് സീനിയർ ആയിട്ടുള്ളവരായിരിക്കും. അവർ പ്രധാനപ്പെട്ട ഹോം അഫയേഴ്സ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവരെല്ലാ ക്യാബിനറ്റ് മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യും. എന്നാൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചാർജ് ആണ്. അതായത് സ്മോളർ മിനിസ്ട്രീസ് ഒക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കത്തുള്ളൂ. ഇനി ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഒരിക്കലും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യത്തില്ല. ഇനി ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർ ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്ന അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ആണ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്കായിട്ട് പ്രത്യേക മിനിസ്റ്ററി ഒന്നുമില്ല, അവരിവരെ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് സിസ്റ്റം ഹാസ് ബിക്കം എ കോർണർ സ്റ്റോൺ ഓഫ് ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് പോളിസി ആൻഡ് ഈസ് ടൈഡ് ടു മോസ്റ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം? റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് ഏറ്റവും ഒരു കോർണർ സ്റ്റോൺ ആയ, ഒരു ആധാരം അല്ലെങ്കിൽ ഒരു മൂലക്കല്ലായ പ്രധാനപ്പെട്ട നമ്മുടെ ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് പോളിസി ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, സ്വച്ഛ് ഭാരത് അഭിയാൻ, ദെൻ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപവർമെൻറ്റ് സ്കീം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതിൻ്റെ ഉത്തരം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ അഡ്രസ് ഡെലിവേർഡ് ബൈ ദ പ്രസിഡന്റ് ടു ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ ഈച്ച് ജനറൽ ഇലക്ഷൻ ആൻഡ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് എവറി ഇയർ ഈസ് മെൻഷൻഡ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് നമ്മുടെ പാർലമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇയറിൻ്റെ ഓപ്പണിങ്ങിലുള്ള ഫസ്റ്റ് സെഷനിൽ കൊടുക്കുന്ന സ്പെഷ്യൽ അഡ്രസ്സ്, നമ്മുടെ പ്രസിഡന്റ് കൊടുക്കുന്ന സ്പെഷ്യൽ അഡ്രസ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ 87 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 87 ആണ് ഇതിൻ്റെ ആൻസർ. അതിലാണ് നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ അഡ്രസ്സ് കൊടുക്കുന്നത്. ഇത് ചെയ്യേണ്ടത് രണ്ട് ഹൗസസിനെ ഇത് നമ്മൾ പ്രസിഡന്റ് ചെയ്തിരിക്കണം, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അതായത് ഒരു ലോക്സഭയുടെ ഒരു ഫസ്റ്റ് സെഷൻ, ഒരു ഇലക്ഷൻ കഴിഞ്ഞ്, ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ് ലോക്സഭ ഫോമായി, എന്നിട്ട് ആദ്യ സെഷൻ ഇരിക്കുന്നതിന് മുൻപേ എന്ത് ചെയ്യണം, സ്പെഷ്യൽ അഡ്രസ്സ് പ്രസിഡന്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പുതിയ വർഷം തുടങ്ങിയതിന് ശേഷമുള്ള സെഷനിൽ എന്ത് ചെയ്യണം, ഈ ഒരു അഡ്രസ്സ് കൊടുക്കണം. അപ്പം ഒരു വർഷത്തിലെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് ബഡ്ജറ്റ് സെഷൻ ആയിരിക്കും. ഓക്കെ, ബഡ്ജറ്റ് സെഷൻ ആയിരിക്കും. ജാനുവരി ടു മെയ് അല്ലെങ്കിൽ ഫെബ്രുവരി ടു മെയ് ആയിരിക്കും ബഡ്ജറ്റ് സെഷൻ പറയുന്നത്. അവിടെ ആയിരിക്കും സ്പെഷ്യൽ അഡ്രസ്സ് പ്രസിഡന്റ് കൊടുക്കുന്നത്. രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് മൺസൂൺ സെഷൻ ആയിരിക്കും. അതൊരു ജൂലൈ ടു ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ടു സെപ്റ്റംബർ ആയിരിക്കും. ആൻഡ് ദ ഫൈനൽ സെഷൻ എന്ന് പറയുന്നത് വിന്റർ സെഷൻ ആയിരിക്കും. അത് നവംബർ ടു ഡിസംബർ ടൈമിലായിരിക്കും. ഇനി ആർട്ടിക്കിൾ 88 നോക്കാം. ആർട്ടിക്കിൾ 88 എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റൈറ്റ്സ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ആണ്. അതായത് മിനിസ്റ്റേഴ്സിനും അറ്റോർണി ജനറലും എന്ത് ചെയ്യാം, മീറ്റിംഗ്സിൽ, പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സിലൊക്കെ പങ്കെടുക്കാം. പക്ഷെ അവർക്ക് സ്ഥാനമുള്ള സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അല്ലാതെ അറ്റോർണി ജനറലിന് അങ്ങനെ വോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ അവർക്ക് ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. ജോയിൻറ്റ് സിറ്റിംഗ്, അതുപോലെ ഏത് ലോക്സഭ ആയിക്കോട്ടെ, രാജ്യസഭ ആയിക്കോട്ടെ, അതുപോലെ കമ്മിറ്റി ഓഫ് പാർലമെൻറ്റ്സ് ആയിക്കോട്ടെ, അവിടെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാൻ പറ്റും. ഇനി ആർട്ടിക്കിൾ 86 എന്ന് വെച്ചാൽ റൈറ്റ് ഓഫ് പ്രസിഡന്റ് ടു അഡ്രസ് ആൻഡ് സെൻഡ് മെസ്സേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ അഡ്രസ്സ് അല്ല, അല്ലാതെയുള്ള എന്തെങ്കിലും ബില്ല് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രസിഡന്റിന് രണ്ട് ഹൗസസിനെയും അഡ്രസ്സ് ചെയ്യാനുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാം. അതിനുള്ള പവറാണ് ആർട്ടിക്കിൾ 86 കൊടുക്കുന്നത്.
ഇനി ആർട്ടിക്കിൾ 85 എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് ഒരു എന്താണ് ഒരു സെഷൻ സമൺ ചെയ്യാം. സമൺ മീൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സെഷൻ പ്രൊറോഗേഷൻ ചെയ്യാം. പ്രൊറോഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യാം. ഒരു സെഷൻ എന്ത് ചെയ്യാം, എൻഡ് ചെയ്യാം. അതുപോലെ ഡിസോൾവും ചെയ്യാം. ഡിസോൾവ് എന്ന് പറയുന്നത് രാജ്യസഭയിൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം രാജ്യസഭ ഒരു പെർമനൻറ്റ് ബോഡി ആയതുകൊണ്ട്. ലോക്സഭയിൽ ഡിസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു ലോക്സഭാ സെഷൻ അല്ലെങ്കിൽ ലോക്സഭ തന്നെ ഡിസോൾവ് ചെയ്യാം. ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് അപ്പോഴേ പിരിച്ചുവിടപ്പെടും, പുതിയ ഇലക്ഷൻ നടക്കും. ഓക്കെ, സമണ്ണിങ്ങും പ്രൊറോഗേഷനും രാജ്യസഭയിൽ ചെയ്യാൻ പറ്റും. സമണ്ണിങ്ങും പ്രൊറോഗേഷനും ഡിസൊല്യൂഷനും ലോക്സഭയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസൊല്യൂഷൻ ഒരിക്കലും രാജ്യസഭയിൽ ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ മെമ്പേഴ്സ് 2 വർഷം കൂടുമ്പോൾ 1/3 ഓഫ് ദ മെമ്പേഴ്സ് എന്ത് ചെയ്യാം, റിട്ടയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ കാലാവധി എന്ന് പറഞ്ഞാൽ എപ്പോഴും 6 years ആണ്. ഓക്കെ, 6 years ആണ് കാലാവധി രാജ്യസഭയിൽ. ഓക്കെ, വിച്ച് ഓഫ് ദ പ്രൊവിഷൻ അഡ്രസ്സസ് സിറ്റിസൺഷിപ്പ് ഫോർ പേഴ്സൺസ് ഹു മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ ബിഫോർ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ്മെൻറ്റ്? അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരുടെ സിറ്റിസൺഷിപ്പിനെ അഡ്രസ്സ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 5(2), അതായത് പാർട്ട് 2 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 5(2), ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ഓരോ ആർട്ടിക്കിളായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരുടെ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 7 പറയുന്നത് ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ഇവരുടെ സിറ്റിസൺഷിപ്പ് എന്ത് പറ്റും, അത് നിലനിൽക്കത്തില്ല. ഓക്കെ, അത് ഇല്ലാണ്ടായി പോകും. എന്നിട്ട് അവരവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു റീസെറ്റിൽമെൻറ്റ് പെർമിറ്റിലൂടെ തിരിച്ചു വന്നാൽ അവർക്ക് എന്ത് കൊടുക്കും, സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 8 പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആരെങ്കിലുമൊക്കെ പുറത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ്. ആൻഡ് ആർട്ടിക്കിൾ 9 പറയുന്നത് ഒരു ഫോറിൻ സിറ്റിസൺഷിപ്പ് വോളണ്ടറിലി ഒരാൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് പോകും. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞൊരു സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉള്ളൊരു കൺട്രിയാണ്. ഇനി ആർട്ടിക്കിൾ 10 പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാരുടെ കണ്ടിന്യൂവൻസ് ആണ്. ആ സിറ്റിസൺഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ആൻഡ് ആർട്ടിക്കിൾ 11 ആണ് ലാസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് സിറ്റിസൺഷിപ്പ്. അത് പറയുന്നത് പാർലമെൻറ്റിന് സിറ്റിസൺഷിപ്പിനെ, റൈറ്റ് ടു സിറ്റിസൺഷിപ്പിനെ എന്ത് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം. അതുവഴി ലോസ് ഒക്കെ ഇറക്കാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഹു അമംഗ് ദ ഫോളോയിങ് എസ്റ്റാബ്ലിഷ് ദ ഫേമസ് നൃത്യഗ്രാം ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂരിൽ നൃത്യഗ്രാം ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം പ്രോമിത ഗൗരിയാണ് നൃത്യഗ്രാം ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂരിൽ എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് മോണുമെൻറ്റ് ഇൻസൈഡ് ദ ദൗലത്താബാദ് ഫോർട്ട് മഹാരാഷ്ട്രയിലുള്ള ദൗലത്താബാദ് ഫോർട്ടിനകത്തുള്ള മോണുമെൻ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് സിക്കന്ദ്ര ഫോർട്ടാണ്. സിക്കന്ദ്ര ഫോർട്ട് നമുക്കറിയാം ആഗ്രയിലാണ് സിക്കന്ദ്ര ഫോർട്ട്. നമ്മുടെ അക്ബറിനെ അടക്കിയിരിക്കുന്ന ടോംബാണ് സിക്കന്ദ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഈ ജാമി മസ്ജിദ് ആയാലും ഭാരത് മാതാ മന്ദിർ ആയാലും ചന്ദ് മിനാറൊക്കെ എവിടെയാണ്, ദൗലത്താബാദ് ഫോർട്ടിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദൗലത്താബാദ് എന്ന് പറയുന്നത് നമ്മുടെ MBT മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ക്യാപിറ്റലാക്കി, ഡൽഹി സുൽത്താനേറ്റിൻ്റെ ക്യാപിറ്റലാക്കിയ സ്ഥലമാണ് ദൗലത്താബാദ്. ദേവഗിരി എന്നായിരുന്നു പണ്ടത്തെ പേര്. ദേവഗിരിയെ പിന്നെ എന്ത് ചെയ്തു, ദൗലത്താബാദ് ആക്കി മാറ്റുകയാണ് ചെയ്തത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അതുപോലെ തന്നെ ഈ ദൗലത്താബാദ് ഫോർട്ടിനകത്തുള്ള ജാമി മസ്ജിദ് എന്ന് പറയുന്നൊരു പള്ളിയാണ്. അതിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ഒരു അമ്പലമാണ് ഭാരത് മാതാ മന്ദിർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയുടെ യൂണിറ്റിയെ സിംബലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഭാരത് മാതാ മന്ദിറിൽ ഭാരത മാതയുടെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ട്. ചന്ദ് മിനാർ എടുക്കുകയാണെങ്കിൽ മൂൺ മിനാർ, അങ്ങനെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ കുത്തബ് മിനാർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മിനാരറ്റാണ്. 63 മീറ്ററാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. കുത്തബ് മിനാറിൻ്റെ 73 മീറ്ററാണ്, ചന്ദ് മിനാറിൻ്റെ 63 മീറ്റേഴ്സാണ്. ഓക്കെ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യസ് pre-1991 economic structure, which of the following best characterizes the contradiction between sectoral GDP contribution and employment absorption? സെക്ടറൽ GDP കോൺട്രിബ്യൂഷൻ അതുപോലെ എംപ്ലോയ്മെൻറ്റ് അബ്സോർപ്ഷനെ pre-1991 എക്കണോമിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യയിൽ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഇതിലേതാണെന്നാണ് ചോദ്യം. മാനുഫാക്ചറിങ് ബിക്കെയിം ദ പ്രൈമറി എംപ്ലോയ്മെൻറ്റ് ജനറേറ്റർ. ഒരിക്കലുമല്ല, 1991 ഇൻഡസ്ട്രി ഒന്നും ഡെവലപ്പ് ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് LPG റിഫോം ഒക്കെ വന്നപ്പോഴാണ് ഇൻഡസ്ട്രി ഒക്കെ വരുന്നത്. അതുപോലെ അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ടഡ് ഡിക്ലൈൻ ഇൻ GDP ഷെയർ ബട്ട് അബ്സോർഡ് മെജോറിറ്റി എംപ്ലോയ്മെൻറ്റ്. യെസ്, ഇതാണ് കറക്റ്റ് ആൻസർ.
കാരണം ആ സമയത്ത് 71% ഇന്ത്യയുടെ എക്കണോമി GDP-യും അഗ്രികൾച്ചറാണ് ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തിരുന്ന തൊഴിലും എന്താണ്, അഗ്രികൾച്ചറായിരുന്നു. ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ സർവീസ് ഒക്കെ വന്നത് പിന്നീടാണ്, 1991 ശേഷമാണ്. ഓക്കെ. അണ്ടർ ദ ELI സ്കീം അപ്രൂവ്ഡ് ഇൻ July 2025, first time employees will benefit by getting 1 month's wage under the scheme. Up to what amount? Okay. ELI സ്കീം പ്രകാരം ELI സ്കീം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, അതാണ്. ഓക്കെ. ഈ റോസ്ഗാർ യോജന പ്രകാരം ജൂലൈ 2025 അപ്രൂവ് ചെയ്ത ELI സ്കീം പ്രകാരം എന്താണ്, ആദ്യം ആയിട്ട് ഈ EPFOയിൽ ചേരുന്ന എംപ്ലോയീസിന് കിട്ടുന്ന വേജ് എത്രയാണെന്നാണ്. അതായത് അഡീഷണലി അവർക്ക് ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 15,000 ആണ്. അഡീഷണലി അവർക്ക് 15,000 രൂപയും കൂടെ അവരുടെ സാലറി കൂടാതെ കിട്ടും. അതായത് അവരുടെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 1 ലക്ഷം വരെയൊക്കെയാണ് സാലറി എങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇത് കിട്ടുന്നത്. അവരുടെ സാലറി എത്രയാണോ അത് 15,000 താഴെയാണെങ്കിൽ അത്ര എമൗണ്ട് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്താണ് 6 മാസം കൂടുമ്പം ഒരു ഇൻസ്റ്റാൾമെൻറ്റ്, അടുത്ത 12 മാസം കഴിയുമ്പം അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കിട്ടും എക്സ്ട്രാ ആയിട്ട്. ഇനി 15,000 മുകളിലാണ് സാലറി എങ്കിൽ 15,000 രൂപ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർക്ക് എക്സ്ട്രാ കിട്ടും. മന്ത്ലി സാലറി അല്ലാതെ അതിൽ കൂടുതലായിട്ട് കിട്ടും. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് ടച്ച് സ്ക്രീൻ ഫങ്ഷൻസ് by pressing 2 flexible layers together, allowing it to detect input from a non-conductive object like a fingernail or plastic stylus. ഓക്കെ. 2 ലെയർ തമ്മിലുള്ള ടച്ച് കാരണം ഫങ്ഷൻ ചെയ്യുന്ന ടച്ച് സ്ക്രീൻ ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം റെസിസ്റ്റീവ് ടച്ചാണ്. ഓക്കെ. റെസിസ്റ്റീവ് ടച്ച് സ്ക്രീനാണ്. ഇങ്ങനെ 2 ലെയർ വന്നിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ലെയറുകൾ തമ്മിൽ ടച്ചായിട്ട് എന്ത് ചെയ്യുന്നത്, സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. ഓക്കെ. അത് വെച്ച് നമുക്ക് ഫിംഗർ നെയിലോ പ്ലാസ്റ്റിക് സ്റ്റൈലസോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. ഇനി കപ്പാസിറ്റീവ് ടച്ച് എന്താണെന്ന് നോക്കുവാണെങ്കിൽ, കപ്പാസിറ്റീവ് ടച്ചിൽ ഒരു ഇൻസുലേറ്റർ ആയിരിക്കും സ്ക്രീനിൻ്റെ മുകളിലുള്ള ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസുലേറ്റർ, മെയിൻലി ഗ്ലാസ് ആയിരിക്കും. അതിന് മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടർ ഉണ്ടാവും. അത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമല്ലോ. അപ്പം ഈ സ്ക്രീനിന് മുകളിലായിട്ടൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്. അപ്പം നമ്മൾ അതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡിസ്ട്രോട്ട് ആവുകയും അതിലൂടെ സിഗ്നൽ പാസ്സാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഈ മൾട്ടിപ്പിൾ ടച്ച്, അതുപോലെ പിഞ്ചിങ്, സൂമിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര എന്താണ് ഗുണമുള്ളതാണ് കപ്പാസിറ്റീവ് ടച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത, ഇപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റൈലസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കപ്പാസിറ്റീവ് ടച്ച് വർക്ക് ആവത്തില്ല, കാരണം കറണ്ട് കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഇൻഫ്രാറെഡ് ഗ്രിഡ് ടച്ച് എന്താണെന്ന് വെച്ചാൽ, കുറേ ഇൻഫ്രാറെഡ് LED ഇതിൻ്റെ ബെസലായിട്ട്, സ്ക്രീനിൻ്റെ ബെസലായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കും. അതിങ്ങനെ ഇൻഫ്രാറെഡ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളതിൽ ടച്ചോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആ എന്താണ് ലൈറ്റുകളെ, ഇൻവിസിബിൾ ലൈറ്റുകളെ ബ്രേക്ക് ചെയ്യും. അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ അത് എടുത്തിട്ട്, എവിടെയാണ് ഗ്യാപ്പ് ഉണ്ടായെന്ന് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, ലൈക്ക് ടച്ച് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഇൻസെക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നാൽ തന്നെ അത് വർക്കാവും. ഇനി സർഫസ് അക്കോസ്റ്റിക് വേവ് എന്താണെന്ന് പറഞ്ഞാൽ, അതിനെ സോ എന്നാണ് പറയുന്നത്. ഇൻഫ്രാറെഡിന് പകരം അൾട്രാസോണിക് വേവുകളായിരിക്കും ബെസലിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ ട്രാൻസ്മിറ്റ് ആയിട്ടിരിക്കും. നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ വേവ് അബ്സോർബ് ചെയ്തിട്ട് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും അബ്സോർബ് ചെയ്യാത്ത സാധനം, ഇപ്പോൾ നമ്മുടെ ഫിംഗർ നെയിൽ വെച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ഇത് അബ്സോർബ് ആവത്തില്ല. സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടാണെങ്കിൽ, അതായത് നമ്മുടെ ഫിംഗറിൻ്റെ സോഫ്റ്റ് പാർട്ട് വെച്ച് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഹൈ സുപ്പീരിയർ ഇമേജ് ക്ലാരിറ്റി അങ്ങനെയൊക്കെ ഉള്ളത് സർഫസ് അക്കോസ്റ്റിക് വേവ്സിൽ ഉണ്ടാവും. ഓക്കെ. ഇപ്പം നമ്മുടെയൊക്കെ ഫോണുകളിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ കപ്പാസിറ്റീവ് ടച്ചിൻ്റെ കുറച്ചും കൂടി ഹയർ വെർഷൻ ആയിട്ടുള്ള പ്രൊജക്റ്റഡ് കപ്പാസിറ്റീവ് ടച്ച് എന്നൊക്കെ പറയുന്ന വെർഷൻസ് ആണ്. ഓക്കെ. According to the Government of India, flash floods in July 2023 in which state severely disrupted the functioning of several power stations. 2023 ഫ്ലാഷ് ഫ്ലഡ് കാരണം പവർ സ്റ്റേഷൻസിൻ്റെ വർക്കിംഗ് ഒക്കെ ഡിസ്ട്രപ്റ്റ് ആയത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം. ഓക്കെ. ഇതിൻ്റെ ഉത്തരം ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിലെ ഫ്ലഡിൻ്റെ സമയത്താണ് ഇത് ഭയങ്കരമായിട്ട് ഡിസ്ട്രപ്റ്റ് ആയത്. ഓക്കെ. Which of the following reflects the structural adjustments in India's monetary policy after the 1991 economic reforms? Market determined interest rates with reduced RBI intervention, expansion of currency supply through deficit financing, elimination of open market operations as a regulatory tool,
കൺട്രോൾഡ് ലെൻഡിങ് റേറ്റ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് MSME. സോ ഇതിൻ്റെ ഒരു ആൻസർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് വിത്ത് റെഡ്യൂസ്ഡ് RBI ഇൻ്റർവെൻഷൻ ആണ്. ഓക്കെ, അതായത് ഇതിനകത്ത് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ 1991 എക്കണോമിക് റിഫോംസ് പ്രകാരം ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയിൽ എന്ത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൊണ്ടുവന്നതെന്ന്. അതെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ RBI ഇൻ്റർവെൻഷൻ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. 1991 എക്കണോമിക് റിഫോംസിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആയി. അതായത് ഗവൺമെൻറ്റോ സെൻട്രൽ ബാങ്കോ ആയിരിക്കില്ല അത് ഡിറ്റർമിൻ ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അതുപോലെ RBIയുടെ ഇൻ്റർവെൻഷൻ വളരെ കുറച്ച് നമ്മുടെ കൂടുതൽ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇപ്പം ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിലൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മറ്റ് ഓർഗനൈസേഷനൊക്കെ ബോറോ ചെയ്തിട്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ എക്കണോമിയിലെ ഫണ്ട് കൂട്ടും, എമൗണ്ട് മണി സപ്ലൈ കൂട്ടും. അതെന്ന് വെച്ചാൽ ഒരുപാട് ഡെഫിസിറ്റ് ഉണ്ടാക്കും, അതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ എലിമിനേഷൻ ഓഫ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക്ക് അതൊരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല 1991 ശേഷം. അതുപോലെ ലെൻഡിങ് റേറ്റ് കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മണി സപ്ലൈ കുറയുകയാണ് ചെയ്യുന്നത്. സോ അതല്ല ഇതിൻ്റെ ഉത്തരം, മാർക്കറ്റ് ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ദ ഫോർമേഷൻ ഓഫ് എ സ്പെക്ട്രം ബൈ ഗ്ലാസ് പ്രിസം ഒക്കേഴ്സ് ഡ്യൂ ടു സ്പെക്ട്രം ഓഫ് ഗ്ലാസ് പ്രിസം. അതായത് റെയിൻബോ എന്തിലൂടെയാണ് ഫോം ആവുന്നത്? സ്കാറ്ററിങ്, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്കൈയുടെ നിറമൊക്കെ ബ്ലൂ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതെന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് കാരണമാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോവർ വേവ് ലെങ്ത് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഇപ്പം ബ്ലൂവും വയലറ്റും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റും വാട്ടർ വേപ്പറിലൊക്കെ ഇടിച്ചിട്ട് സ്കാറ്റർ ആയി പോകും. എന്നാൽ റെഡ് പോലുള്ള ഹയർ വേവ് ലെങ്ത്, ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് റേസ് അങ്ങനെ എന്ത് ചെയ്യത്തില്ല, അത്രത്തോളം സ്കാറ്റർ ആവത്തില്ല. അതുകൊണ്ടാണ് അതിനെ ആ ഒരു എഫക്റ്റിനെയാണ് റെയിലേ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, അതിലൂടെയാണ് സ്കൈക്ക് ബ്ലൂ കളറാണ് കിട്ടുന്നത്. അപ്പോൾ സ്കാറ്ററിങ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ടൈനി പാർട്ടിക്കിളിൽ ലൈറ്റ് ഇടിച്ചിട്ട് പല വഴിക്ക് റീഡയറക്റ്റ് ആയി പോകുന്നതാണ്. ഇനി റിഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഡെൻസിറ്റിയിലുള്ള ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു ഡെൻസിറ്റിയിലുള്ള ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ്. ഇപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് വരുന്നതെങ്കിൽ എവേ ഫ്രം ദ നോർമൽ സംഭവിക്കും. ഇപ്പം നോർമൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഡെൻസർ മീഡിയം, ഇത് റെയർ മീഡിയം ആണെങ്കിൽ ലൈറ്റ് ഇതായി ഇങ്ങനെ വരുന്നു. അപ്പോൾ നോർമലിന് എവേ ആയിട്ട് എന്തായി പോകും, ഇങ്ങനെ എവേ ആയിട്ട് ബെൻഡായി പോകും. റെയർ ടു ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. അതാണ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് റിഫ്രാക്ഷൻ. ഈ റിഫ്ലക്ഷൻ എല്ലാവർക്കും അറിയാം, പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസിൽ വന്ന് ലൈറ്റ് ഇടിച്ചാൽ അതേപോലെ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ, സ്കാറ്റർ ചെയ്ത് പോകാതെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ആവപ്പെടും. ബൗൺസിങ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ആണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ന്യൂട്രിയൻറ്റ് ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് ടിഷ്യൂസ് ഇൻ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിൽ ടിഷ്യൂസ് റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഓക്കെ, നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോട്ടീനാണ് എടുക്കുന്നത്. അതിലൂടെ നമ്മളെ ബ്രേക്ക് ആവുന്ന ടിഷ്യൂസൊക്കെ റിപ്പയർ ആവപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൈറ്റമിൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻസ് ഒരിക്കലും വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ മെറ്റബോളിക് സ്പാർക്ക് എന്ന് പറയും. അതാണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ കെ എടുത്താൽ നമ്മുടെ ബോഡി മുറിഞ്ഞു, അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലോട്ടിങ്ങിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് വൈറ്റമിൻ കെ ആണ്. അതുപോലെ വൈറ്റമിൻ എയും ഡിയും ഒക്കെ എടുത്താൽ കാൽഷ്യത്തിനെ റെഗുലേറ്റ് ചെയ്യും. അതുപോലെ വൈറ്റമിൻ ബി എടുക്കുകയാണെങ്കിൽ കാർബ് ഫാറ്റൊക്കെ എന്ത് ചെയ്യും, എനർജി ആക്കുന്നതിനെയൊക്കെ, കാർബിനെ ഫാറ്റിനെയൊക്കെ എനർജി ആക്കുമല്ലോ ബോഡി, അത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ സി ആണെങ്കിൽ നമ്മുടെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. അതായത് കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി അപ്പം തന്നെ ബോഡി എനർജി ആയിട്ട് യൂസ് ചെയ്യും. ഫാറ്റും ഒരു എനർജി ഫോമാണ്, പക്ഷേ അത് ഡയറക്റ്റ് യൂസ് അല്ല, അതിങ്ങനെ സ്റ്റോറാക്കി വെച്ചിട്ട് പിന്നീട് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യും, എടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസർവ് എന്നാണ് പറയുന്നത്, എനർജിയുടെ റിസർവറാണ്. പിന്നെ ഫാറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഓർഗനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ വൈറ്റമിൻ അബ്സോർബ് ചെയ്യുന്നതിനെ സഹായിക്കും ഫാറ്റ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഫാറ്റ് സഹായിക്കും.
പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇൻസുലേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഫാറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐലൻഡ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ഈസ് നോൺ ടു ഹാവ് ആൻ ആക്റ്റീവ് വോൾക്കാനോ ഓൺ ബാരൻ ഐലൻഡ്? ഇന്ത്യയിലെ ഏത് ഗ്രൂപ്പ് ഓഫ് ഐലൻഡിലാണ് ബാരൻ വോൾക്കാനോ ഉള്ളത്? ബാരൻ ഐലൻഡിലെ ആക്റ്റീവ് വോൾക്കാനോ ഉള്ളത്? ഇതിൻ്റെ ആൻസർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ്. ഓക്കെ, നമ്മൾ എടുക്കുകയാണെങ്കിൽ നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ, ലിറ്റിൽ ആൻഡമാൻ, കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ. അതിൽ നോർത്ത് ആൻഡമാൻ്റെ ഈ ഒരു ഈസ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ നോർത്ത് ആൻഡമാനിലെ മിഡിൽ ആൻഡമാനും സൗത്ത് ആൻഡമാനും ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗത്താണ് എന്തുള്ളത്? നമ്മുടെ ബാരൻ ഐലൻഡിൽ ബാരൻ വോൾക്കാനോ ഉള്ളത്, ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഇനി നോർത്ത് ആൻഡമാൻ്റെ ഈസ്റ്റ് സൈഡിലുള്ളത് മറ്റൊരു വോൾക്കാനോ ആണ്, അത് ഡോർമെൻറ്റ് വോൾക്കാനോ ആണ്. അതാണ് നാർക്കോണ്ടം എന്ന് പറയുന്ന വോൾക്കാനോ ആണ് നമ്മുടെ നോർത്ത് ആൻഡമാൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ദ തമിഴ് ലിറ്റററി വർക്ക് ഇറയനാർ അഹപ്പൊരുൾ ഈസ് ഡേറ്റഡ് ടു വിച്ച് സെഞ്ചുറി? ഓക്കെ, ഇറയനാർ അഹപ്പൊരുൾ എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ ഏത് സെഞ്ചുറിയിൽ ആണ് എഴുതപ്പെട്ടത്? ഇതൊരു സംഘം ലിറ്ററേച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരം 8th സെഞ്ചുറിയാണ്. 8th സെഞ്ചുറി കോമൺ എറയിലാണ് ഈ ഒരു ഇറയനാർ അഹപ്പൊരുൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയെന്നാണ് പറയപ്പെടുന്നത്. ഇത് പറയുന്നത് ലവിനെയും റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെയാണ്. ഒരു അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കം പുറം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അക്കം അല്ലെങ്കിൽ അഹം എന്ന് പറഞ്ഞാൽ ലവിനെയാണ് സൂചിപ്പിക്കുന്നത്. പുറമെന്ന് പറഞ്ഞാൽ വാറിനെയാണ് സൂചിപ്പിക്കുന്നത്, യുദ്ധത്തിന്. ഓക്കെ, ഇത് എഴുതിയത് ഇറയനാറാണ്. ഇറയനാർ എഴുതിയതാണ് ഇത്. ഓക്കെ, വിച്ച് അയോൺ ഹെൽപ്സ് ക്ലോറോഫിൽ ടു അബ്സോർബ് ലൈറ്റ്? ക്ലോറോഫിലിനെ ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന അയോൺ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം മഗ്നീഷ്യം അയോൺ ആണ്. ഓക്കെ, മഗ്നീഷ്യം അയോൺ ആണ് ക്ലോറോഫിലിനെ നമ്മുടെ റെഡും ബ്ലൂ ലൈറ്റും ഒക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. ഗ്രീൻ ലൈറ്റ് ക്ലോറോഫിൽ അബ്സോർബ് ചെയ്യത്തില്ല. ഗ്രീൻ ലൈറ്റ് ക്ലോറോഫിൽ റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇലകളൊക്കെ ഗ്രീനായിട്ട് കാണുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്പാരന്റ് ഫോഴ്സസ് കോസ്ഡ് ബൈ എർത്ത്സ് റൊട്ടേഷൻ റിഫ്ലക്ട്സ് വിൻഡ് ടു ദ റൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ടു ദ ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്നെ ഇതാണ് എർത്തങ്കിൽ, ഇക്വേറ്റർ ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്നിനെ റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ വിന്നിനെ ലെഫ്റ്റിലേക്കും ബെൻഡ് ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ് ഏതാണ് ചോദ്യം. ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം കൊറിയോളിസ് ഫോഴ്സ് ആണ്. കൊറിയോളിസ് ഫോഴ്സ് കാരണമാണ് ഇപ്പോൾ പോളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെയാണെങ്കിൽ ലെഫ്റ്റിലേക്ക്. ഇതിലൂടെ നമ്മൾ പറഞ്ഞു ഇവിടെ വോൾക്കാനോ ഫോം ചെയ്യും, ഇവിടെ വോൾക്കാനോ ഫോം ചെയ്യും. സോ ഇത് ഇങ്ങനെയാണ് ഫോഴ്സ് വരുന്നതുകൊണ്ട് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതുപോലെ ഇവിടെ ക്ലോക്ക് വൈസ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻട്രൊഡ്യൂസ്ഡ് ഡയാർക്കി ബൈ ഡിവൈഡിങ് സബ്ജക്ട്സ് ഇൻറ്റു റിസർവ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ലിസ്റ്റ്? റിസർവ്ഡ് ട്രാൻസ്ഫേർഡ് ലിസ്റ്റിലേക്ക് സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്ത് ഡയാർക്കി കൊണ്ടുവന്നത് ഇതിൽ ഏത് ആക്ട് ആണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 അഥവാ നമ്മുടെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം എന്ന് തന്നെ പറയും. ഇതാണ് പ്രൊവിൻസുകളിൽ ഡയാർക്കി കൊണ്ടുവന്നത്. പ്രൊവിൻസിൽ ഡുവൽ ഗവൺമെൻറ് വന്നു. ട്രാൻസ്ഫേർഡ് എന്ന് വെച്ചാൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ ഗവർണേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സെൻട്രലിൽ എന്ത് ചെയ്തു? സെൻട്രലിൽ ബൈക്യാമറലിസം കൊണ്ടുവന്നു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അഥവാ അപ്പർ ഹൗസും അതുപോലെ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ ലോവർ ഹൗസും കൊണ്ടുവന്നു. ഓക്കെ, അപ്പർ ഹൗസ് ലോവർ ഹൗസ് ആ സെൻട്രലിൽ കൊണ്ടുവന്നു. ഇതൊക്കെ എന്താണ്? അതുപോലെ ഡയറക്റ്റ് ഇലക്ഷൻ, ഡയറക്റ്റ്ലി നമുക്ക് ആൾക്കാരെ ഇലക്ട് ചെയ്യാമെന്ന് കൊണ്ടുവന്നത് ഏതിലാണ്? നമ്മുടെ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോമിലാണ്. ഓക്കെ, ഇനി 1935 എടുക്കുകയാണെങ്കിൽ എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പ്രൊവിൻഷ്യൽ ഓട്ടോണമിയാണ് കൊണ്ടുവന്നത്. അതായത് പ്രൊവിൻസുകളിൽ ഡയാർക്കി മതിയാക്കുകയും എന്നിട്ട് സെൻട്രലിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. 1919 പ്രൊവിൻസുകളിൽ ഡയാർക്കി കൊണ്ടുവന്നു. 1935 പ്രൊവിൻസുകളിലെ ഡയാർക്കി എടുത്ത് കളഞ്ഞിട്ട് സെൻട്രലിൽ ഡയാർക്കി കൊണ്ടുവന്നു. അതിനാണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫെഡറൽ പ്രൊവിൻഷ്യൽ കൺകറൻറ്റ് എന്ന് പറയുന്ന ലിസ്റ്റുകൾ കൊണ്ടുവന്നു. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 3 ലിസ്റ്റുകൾ കൊണ്ടുവന്നു. അതുപോലെ എന്താണ്? ഓക്കെ, അതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും. അതൊക്കെ തന്നെയാണ് 1935 ആക്ടിൽ പറയാനുള്ളത്. ദെൻ 1909 എടുക്കുകയാണെങ്കിൽ അതാണ് മോർലെ മിൻറ്റോ റിഫോംസ്. മോർലെ മിൻറ്റോ റിഫോംസ് എന്നാണ് മിൻറ്റോ അറിയപ്പെടുന്ന തന്നെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നാണ്. അതായത് മോർലെ മിൻറ്റോ റിഫോംസ് ഓഫ് 1909 അഥവാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1909 എന്ത് കൊണ്ടുവന്നു? കമ്മ്യൂണൽ ഇലക്ടറേറ്റ്സ് കൊണ്ടുവന്നു. അതായത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ മുസ്ലിംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
മുസ്ലിം കാൻഡിഡേറ്റ്സിന് മുസ്ലിംസിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണൽ വയലൻസ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന പോലെയാണ് അന്നങ്ങനെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1909 എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നമ്മുടെ ഇന്ത്യക്കാരെ കയറ്റാനും തുടങ്ങി. ആദ്യമായിട്ട് നമ്മുടെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഇരുന്ന ആളാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ചോദിച്ചിട്ടുണ്ട്, സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിലൂടെയാണ് നമ്മുടെ ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ കൊണ്ടുവരുന്നത് 1892 ഇൻഡയറക്റ്റ് ഇലക്ഷൻ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കൗൺസിലിലെ അംഗത്തിൻ്റെ എണ്ണം, മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നു. അതുപോലെ എന്താണ് മെമ്പേഴ്സിൻ്റെ പവറുകൾ ലിമിറ്റ് ചെയ്യുന്നു. അതായത് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആനുവൽ ബഡ്ജറ്റൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സിക്യൂട്ടീവുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ല, അതുപോലെ വോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പവറുകളൊക്കെ ലിമിറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ഓക്കെ. ഇൻ ദ ചോള എംപയർ ദ ടാക്സ് ഫ്രീ ലാൻഡ്സ് ഡൊണേറ്റഡ് ടു ബ്രാഹ്മിൻസ് വെയർ ദേ സെറ്റിൽഡ് വെയർ നോണസ്. ചോള എംപയറിൽ നമ്മുടെ ബ്രാഹ്മിൻസിന് കൊടുക്കുന്ന ടാക്സ് ഫ്രീ ലാൻഡ്സിനെ എന്തെന്നാണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അഗ്രഹാരമാണ്. അഗ്രഹാരം അഥവാ ബ്രഹ്മദേയ എന്നും പറയും. ബ്രഹ്മദേയ അഥവാ അഗ്രഹാരം എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിന് കൊടുക്കുന്ന ടാക്സ് ഫ്രീ ലാൻഡാണ്. ഓക്കെ, മഹാസഭ എന്ന് പറയുന്ന ഈ അഗ്രഹാരം അങ്ങനെ കൊടുത്ത ലാൻഡിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രാൻഡ് അസംബ്ലിയാണ് നമ്മൾ ഈ എന്തെന്ന് പറയുന്നത് മഹാസഭ എന്നൊക്കെ പറയുന്നത്. ഗർഭഗൃഹ എന്ന് വെച്ചാൽ നമ്മുടെ ദ്രാവിഡ ടെമ്പിൾ ആർക്കിടെക്ചറിൽ നമ്മുടെ ഡൈറ്റി ഇരിക്കുന്ന, അതായത് ദൈവം ഇരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗർഭഗൃഹ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ മണ്ഡപമൊക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആർക്കിടെക്ചർ ഇരിക്കുന്നത്. ഇനി വലനാട് നോക്കുക. വലനാട് എന്ന് വെച്ചാൽ നമ്മുടെ ചോള എംപയറിൽ കൊണ്ടുവന്ന ഒരു ഇതാണ്. അതായത് പ്രൊവിൻസിന് കീഴിലുള്ള ഡിസ്ട്രിക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വലനാടെന്ന് പറയുന്നത്. ചോള എംപയറിൽ കൊണ്ടുവന്ന ഡിസ്ട്രിക്റ്റുകളെയാണ് നമ്മൾ വലനാടെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അഗ്രഹാരം അല്ലെങ്കിൽ ബ്രഹ്മദേയെ നോക്കി. അതുപോലെ ദേവദാനയുണ്ട്. ദേവദാന അല്ലെങ്കിൽ തിരുനാമാട്ടുകണി എന്ന് പറയും. ഓക്കെ, തിരുനാമാട്ടുകണി അല്ലെങ്കിൽ ദേവദാന അല്ലെങ്കിൽ തിരുനാമാട്ടുകണി എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് ചോളാസ് ടാക്സ് ഫ്രീ ലാൻഡ് ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഈ ദേവദാന എന്ന് പറയുന്നത്. ഇനി ശാലഭോഗയുണ്ട്. ശാലഭോഗ എന്ന് വെച്ചാൽ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാക്സ് ഫ്രീ ലാൻഡാണ്. അതുപോലെ പള്ളിച്ചന്തമുണ്ട്. പള്ളിച്ചന്തം എന്ന് വെച്ചാൽ ജെയിൻസിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാക്സ് ഫ്രീ ലാൻഡുകളാണ്. അതുപോലെ തന്നെ ചോളയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ വെട്ടി, കടമ അതൊക്കെ പറയണം. ഓക്കെ, വെട്ടി എന്ന് പറഞ്ഞാൽ ചോളാസ് പിരിച്ചിരുന്ന ഒരു തരം ടാക്സ് ആണ്. ഫോഴ്സ്ഡ് ലേബറിലൂടെ പിരിച്ചിരുന്ന ടാക്സ് ആണ് വെട്ടി. കടമയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡ് റവന്യൂ ആണ്. ചോളാസിൻ്റെ ലാൻഡ് റവന്യൂ ആണ് കടമയെന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇറവുണ്ട്. ഇരവ് എന്ന് വെച്ചാൽ ഫോഴ്സ്ഡ് ലേബറിന് അതിനും മുകളിൽ ഒരു പുതിയൊരു ടാക്സ് ലെവി ചെയ്യുന്ന അതിനാണ് ഇരവെന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ മിസോറാം വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ അയോഗ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഡിസ്ട്രിക്ട്സ് 2023-24. നിതി ആയോഗിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത മിസോറാമിലെ ഡിസ്ട്രിക്ട് ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നാഗ്തിയാലാണ്. ഓക്കെ, നാഗ്തിയാൽ ഡിസ്ട്രിക്ട് ഓഫ് മിസോറാം. Which of the following reflects the Gandhian ideals incorporated as directive principles of state policy in the Constitution of India? ഗാന്ധിയൻ ഐഡിയാസ് ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, റൈസിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പബ്ലിക് ഹെൽത്ത് അത് പറയുന്നത് ആർട്ടിക്കിൾ 47 ആണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ ലെവൽ, ഇതൊക്കെ പറയുന്നത് 47 ആണ്. 47 എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ പെടുന്ന ആളാണ്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളിൽ പെടുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ അല്ല. നമ്മളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, അതുപോലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, ദെൻ ലിബറൽ ഓർ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സോഷ്യലിസ്റ്റിക്കിലാണ് ഇത് വരുന്നത്. 47 പ്രൊമോട്ടിംഗ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ്, ഇത് കറക്റ്റാണ്. ഇത് ആർട്ടിക്കിൾ 43 പറയുന്നതാണ്. ഇത് ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. പ്രൊമോട്ടിംഗ് എന്താണ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ് ആർട്ടിക്കിൾ 43 ആണ്, ഗാന്ധിയൻ പ്രിൻസിപ്പിളാണ്. ഇനി സേഫ് ഗാർഡിങ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 39 ആണ്.
ആർട്ടിക്കിൾ 39 എഫ് ക്ലോസ് ആണ് ഇത് പറയുന്നത്. ഇത് അഗെയിൻ വരുന്നത് ഇതിലാണ്, നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെയാണ് ആർട്ടിക്കിൾ 39 എഫ് വരുന്നത്. ഒരു സോഷ്യലിസ്റ്റ്, അതായത് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇതല്ല, അപ്പോൾ സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം ആണല്ലോ. സോ ആ സോഷ്യലിസ്റ്റിലാണ് വരുന്നത്. ഇനി സെക്യൂറിങ് സൂറ്റബിൾ എംപ്ലോയ്മെൻറ്റ് ഫോർ ഓൾ, എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 41 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 41 ആണ് എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുന്നത്. അതും എന്താണ്, എല്ലാവർക്കും എന്ന് പറയുമ്പോൾ സോഷ്യൽ ആണല്ലോ. സോ അതും സോഷ്യലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം, അതുപോലെ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ, പബ്ലിക് അസിസ്റ്റൻസ്, ഇതൊക്കെ വരുന്ന ആർട്ടിക്കിൾ 41 ആണ്. സോ നമ്മുടെ ആൻസർ ബി ആണ്, പ്രൊമോട്ടിംഗ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ്. ഹൂ എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് പ്രാർത്ഥനാ സമാജ്? പ്രാർത്ഥനാ സമാജുമായിട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് അല്ലാത്തത് ആര് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ദേബേന്ദ്രനാഥ് ടാഗോർ ആണേ. ദേബേന്ദ്രനാഥ് ടാഗോറിന് പ്രാർത്ഥനാ സമാജമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ തത്വബോധിനി സഭയായിട്ട് ബന്ധമുണ്ട്. തത്വബോധിനി സഭ ഫൗണ്ട് ചെയ്യുന്നത് ദേവേന്ദ്രനാഥ് ടാഗോറാണ് 1839. ഓക്കെ, ബട്ട് മഹാദേവ ഗോവിന്ദ റാണാഡെ, ആത്മറാങ് പാണ്ഡുറാങ്, RC ഭണ്ഡാർക്കറൊക്കെ ഇവരെല്ലാവരും പ്രാർത്ഥനാ സമാജിൽ പെടുന്ന ആൾക്കാരാണ്. ആത്മാറാം പാണ്ഡുറാങ് ആണ് 1867 ആത്മാറാം പാണ്ഡുറാങ് ആണ് ഈ പ്രാർത്ഥനാ സമാജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മഹാദേവ് ഗോവിന്ദ റാണാഡെ വരുന്നു, ദെൻ RC ഭണ്ഡാർക്കറൊക്കെ അതിനകത്ത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, in 2025, which United Nations body released the World Urbanization Prospects report using the degree of urbanization methodology? ഓക്കെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്, അല്ലെങ്കിൽ UN ദേശയാണ്. യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. ദ ആസിഡ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് വീനസ്, വീനസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആസിഡ് ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് വീനസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ആസിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യ ലൈബീരിയ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻഡ് ഇൻ ഡിസംബർ 2025? 2025 ഡിസംബറിൽ ഇന്ത്യ ലൈബീരിയ സൈൻ ചെയ്ത മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എൻഹാൻസിങ് കോപ്പറേഷൻ ഓൺ മെഡിസിൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ മെഡിസിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റിയുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്ത്യ ലൈബ്രറിയും തമ്മിലുള്ള എന്താണ്, കോപ്പറേഷനാണ് ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻ 2025, വിച്ച് സിറ്റി ടോപ്പ്ഡ് ദ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് റിലീസ്ഡ് ഫോർ മേജർ ഇന്ത്യൻ സിറ്റീസ്? നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിലെ ടോപ്പ് വന്ന സിറ്റി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഷിലോങ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് മേഘാലയയാണ് ഷിലോങ്. മേഘാലയയുടെ ക്യാപിറ്റലായ ഷിലോങ് ആണ് നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഫസ്റ്റ് വന്നത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ് റിഗാർഡിംഗ് ദ ഫയൽ മാനേജ്മെൻറ്റ് ഇൻ Windows 11? നമുക്ക് നോക്കാം. വെൻ എ ഫയൽ ഈസ് ഡിലീറ്റഡ് ആൻഡ് മൂവ്ഡ് ടു ദ റീസൈക്കിൾ ബിൻ, ഇറ്റ്സ് കണ്ടൻസ് ആർ ഇമ്മീഡിയറ്റ്ലി ആൻഡ് പെർമനൻ്റ്ലി റേസ്ഡ് ഫ്രം ദ സ്റ്റോറേജ് ഡിസ്ക്. ഒരിക്കലുമല്ല, അത് നേരെ റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കില്ല. അപ്പോൾ ഓൾറെഡി ആ സാധനം നമ്മുടെ സ്റ്റോറേജ് ഡിസ്കിലുണ്ട്, പക്ഷേ അത് റീസൈക്കിൾ ബിന്നിൽ കിടപ്പുണ്ട്, പെർമനൻ്റ്ലി ഡിലീറ്റ് ആവുന്നില്ല. ദ ഫയൽ പാത്ത് സി യൂസർ ഡോക്യുമെൻറ്റ്സ് ഫയൽ TXT എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ സ്ട്രിക്ട്ലി ഹയറാർക്കിക്കൽ സ്ട്രക്ചർ, മീനിങ് ഈച്ച് ഫയൽ ഹാസ് ഓൺ യുണീക്ക് പാത്ത്. അത് കറക്റ്റാണ്. നമ്മളിപ്പോൾ നമ്മളൊരു ഫോൾഡറിന് കൊടുത്ത പേര് വീണ്ടും നമ്മൾ കൊടുക്കാൻ നോക്കി, അല്ലെങ്കിൽ ഒരു ഫയലിന് കൊടുത്ത പേര് നമ്മൾ വീണ്ടും സെയിം പേരിനെ കൊടുക്കാൻ നോക്കിയാൽ അതിൽ കാണിക്കും ഓൾറെഡി ഈ ഫയൽ എക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ ഫയലിനും അല്ലെങ്കിൽ ഓരോ ഫോൾഡറിനൊക്കെ ഒരു യുണീക്ക് പാത്തുണ്ട്. അപ്പം ഒരേ പാത്തിൽ ഒന്നിൽ കൂടുതൽ ഫയലുകൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ ഇത് ട്രൂ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വൺ ഈസ് ഫാൾസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ട്രൂ. ഇതാണ് കറക്റ്റ് ആൻസർ. വിച്ച് പ്രൊവിഷൻ ഓഫ് ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909? ഓക്കെ, 1909 നമ്മൾ പറഞ്ഞു എന്താണ്, മോർലെ മിൻഡോ റിഫോംസ്, വാസ് മോസ്റ്റ് ക്രിട്ടിസൈസ്ഡ് ഫോർ വീക്കനിങ് ദ യൂണിറ്റി ഓഫ് ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. യൂണിറ്റി തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണല്ലോ. ക്രിയേഷൻ ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ്, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ക്രിയേഷൻ ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രോറേറ്റ്സ് ആണ് എന്താണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് ഓഫ് 1909 ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ബിറ്റ്വീൻ 2001 ആൻഡ് 2011 ദ മെയിൽ ഫീമെയിൽ ഗ്യാപ്പ് ഇൻ ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ എന്താണ് സംഭവിച്ചതെന്നാണ് ചോദ്യം. ഓക്കെ, 2001-2011 കാലഘട്ടത്തിൽ മെയിൽ ഫീമെയിൽ ഗ്യാപ്പ് ഇൻ ലിറ്ററസി റേറ്റ് ഓഫ് ഇന്ത്യ എന്ത് പറ്റി? 0 ആയോ, ഇൻക്രീസ്ഡ്, റിമെയിൻ ഇൻ ദ സെയിം, ഡിക്രീസ്ഡ്? ഓക്കെ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ
ആൻസർ ഈസ് ഡിക്രീസ്ഡ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ 2001 കാര്യം എടുക്കുകയാണെങ്കിൽ മെയിൽ ലിറ്ററസി റേറ്റ് 75.26 ആയിരുന്നു. 2011 ആയപ്പോൾ മെയിൽ ലിറ്ററസി റേറ്റ് 82ആയി. അതുപോലെ ഇത് മെയിൽ. ഇനി ഫീമെയിൽ ലിറ്ററസി റേറ്റ് എടുക്കുകയാണെങ്കിൽ 2001 അത് 53.67 ആയിരുന്നു. ആൻഡ് 2011 എടുക്കുകയാണെങ്കിൽ അത് 65.46 ആയി. സോ ഇവിടെ നമ്മൾ 2001 കാര്യം പറയുമ്പോൾ 75ഉം 53 ഏറെക്കുറെ ഒരു ഒരു 22% ഡിഫറൻസ് ഉണ്ട്. എന്നാൽ 2011 എടുത്തപ്പോൾ മെയിൽ ഫീമെയിൽ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായി മാറി? ഒരു 17% അത് കുറഞ്ഞു. വിച്ച് മീൻസ് 22 17%. അപ്പം ഡിക്രീസ് ആണ് അവിടെ സംഭവിച്ചത്. ഓക്കെ. In 2025, which country officially became the 90th state member of the International Union for Conservation of Nature? IUCN 90ാമത് സ്റ്റേറ്റ് മെമ്പർ സ്റ്റേറ്റ് ആയ കൺട്രി ഏതാണെന്ന് 2025? ഇതിൻ്റെ ഉത്തരം തുവാലു ആണ്. ഓക്കെ, തുവാലു. ഹൗ ഓഫൺ ഡസ് ഇന്ത്യ സബ്മിറ്റ് ഇറ്റ്സ് ബൈനിയൽ അപ്ഡേറ്റ് റിപ്പോർട്ട്സ് ടു ദ UNFCCC? UNFCCC എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇതിൽ ഇന്ത്യ ബൈനിയൽ അപ്ഡേറ്റ് എത്ര വർഷം കൂടുമ്പോഴാണെന്ന്? ഓക്കെ, ബൈനിയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 2 years ആണെന്ന്. എവരി 2 years ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ബൈനിയൽ വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ആഡഡ് ബോഡോ, ഡോഗ്രി, മൈതാലി ആൻഡ് സന്താലി ടു ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാം ഷെഡ്യൂളിൽ ബോഡോ, ഡോഗ്രി, മൈതാലി, സന്താലിയൊക്കെ ആഡ് ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ 86th അമെൻമെൻറ്റ് ആക്ട്. സോറി 86th അല്ല, 92nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2003. 92nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2003യിലൂടെയാണ് എന്ത് ആഡ് ചെയ്തത്? നമ്മുടെ ബോഡോ, ഡോഗ്രി, മൈതാലി, സന്താലിയൊക്കെ ആഡ് ചെയ്തത്. 86th അമെൻമെൻറ്റ് ആക്ട് 2002യിലൂടെ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, അവസാനത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ടുള്ള കെ ആണ് ആഡ് ചെയ്തത്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം 92nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2003 ആണ്. ഹൂ വെയർ ദ സമന്താസ് ഇൻ ദ പോസ്റ്റ് ഗുപ്ത പീരീഡ്? പോസ്റ്റ് ഗുപ്ത പീരീഡിൽ സമന്താസ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, സമന്താസ് എന്ന് പറയുന്നത് ഫ്യൂഡൽ ലോഡ്സ് ആണ്. ഫ്യൂഡൽ ലോഡ്സിനെയാണ് നമ്മൾ സമന്താസ് എന്ന് വിളിച്ചിരുന്നത് പോസ്റ്റ് ഗുപ്ത പീരീഡിൽ. നമ്മുടെ റിലീജിയസ് ഹെഡ്സ്, ബാക്കി ഓപ്ഷൻസ് ഒക്കെയാണ്. റിലീജിയസ് ഹെഡ്സ് ഉണ്ടായിരുന്നു, ഫാർമേഴ്സ്, ആർക്കിടെക്ട്സ്. റിലീജിയസ് ഹെഡ്സിന് വിളിക്കുന്ന പേര് പുരോഹിത. പുരോഹിത എന്ന് വെച്ചാൽ ഏറ്റവും വലിയ റിലീജിയസ് പ്രീസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് പ്രീസ്റ്റാണ് പുരോഹിത എന്ന് പറയുന്നത്. ഇനി മഹാധർമാധ്യക്ഷ എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതയ്ക്ക് താഴെയുള്ള ചെറിയ പ്രീസ്റ്റുകളെയാണ് നമ്മൾ ധർമാധ്യക്ഷ എന്ന് പറയുന്നത്. അതായത് ഒരു വില്ലേജ് ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള ഹെഡുകളാണ്. ഇനി ആചാര്യ ഉപാധ്യായ എന്നൊക്കെ വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ മൊണാസ്ട്രീസിലേക്ക് ഹെഡിനെയാണ് ആചാര്യ അല്ലെങ്കിൽ ഉപാധ്യായ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഫാർമേഴ്സിൻ്റെ നോക്കുവാണെങ്കിൽ ക്ഷേത്രകാര. ക്ഷേത്രകാര എന്ന് പറഞ്ഞാൽ ക്ഷേത്ര എന്ന് വെച്ചാൽ ഫീൽഡാണ്. അപ്പോൾ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ജനറലി വിളിക്കുന്ന പേരാണ് ക്ഷേത്രകാര. കുടുംബിനീസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കുടുംബിനീസ്. മഹാതരാസ് എന്ന് വെച്ചാൽ ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. കുറച്ചും കൂടി അവരുടെ വാക്കുകൾക്ക് വില കൂടുതലുള്ള ഫാമേഴ്സാണ്. അതായത് ഒരു ഫാമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഹെഡായിട്ട് വരും. അവരെയാണ് മഹാതരാസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ മഹാ ഉണ്ടെങ്കിൽ അതൊരു കുറച്ചും കൂടെ ഒരു ഹെഡ് എന്നുള്ള മീനിങ് ആണ് മഹാതരാസ്. ഇനി ആർക്കിടെക്റ്റ് നോക്കുകയാണെങ്കിൽ സ്ഥാപതി എന്ന് പറയുന്നത് ഹെഡ് ആർക്കിടെക്റ്റ് ആണ്. ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള ആർക്കിടെക്റ്റിനെയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് സ്ഥാപതി എന്ന് പറയുന്നത്. സൂത്രധാര എന്ന് വെച്ചാൽ സൂപ്പർവൈസറാണ്, എല്ലാം നോക്കി നടക്കുന്ന ആളാണ് സൂത്രധാര. അങ്ങനെ ആലോചിച്ചത്. സൂത്രധാരയിൽ തന്നെ എന്തുണ്ട്? ഉണ്ട്, അതുപോലെ സൂപ്പർവൈസർ. ഇനി തക്ഷക എന്ന് വെച്ചാൽ നമ്മൾ മേഷൻ അതുപോലെ കാർപ്പൻറ്റർ ഇങ്ങനെയൊക്കെയുള്ള പണി ചെയ്യുന്ന ആൾക്കാരെയാണ് തക്ഷക എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, എ മേജർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഈസ് ഡിലിജൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനോറിയോസ് പ്രൈമർലി ഹൈലൈറ്റ്സ് എ ലിമിറ്റേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് ഈസ് നോട്ട് ഓവർകം ബൈ ഇറ്റ്സ് ഡിലിജൻസ്? ഡിലിജൻസ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടറിൻ്റെ കൺസിസ്റ്റൻസി, ആക്യുറസിയാണ്. അതായത് ഒരുപാട് നേരത്തേക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഒരു കാര്യം ഒരു കാര്യം ചെയ്യാൻ പറ്റണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഒരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതിനാണ് ഈ ഡിലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, അതുകൊണ്ട് ഡിലിജൻസ് കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റാത്ത കാര്യം ഏതാണ് ചോദ്യം. ഓക്കെ, ലിമിറ്റേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് ഈസ് നോട്ട് ഓവർകം ബൈ ഇറ്റ്സ് ഡിലിജൻസ്. എ കമ്പ്യൂട്ടർ വിച്ച് ഈസ് യൂസ്ഡ് ടു ബുക്ക് ഫ്ലൈറ്റ്സ് ഇൻ ദ മോർണിംഗ് ആൻഡ് റൈറ്റ് കോഡ് അറ്റ് ദ ആഫ്റ്റർനൂൺ. അതെ, നമുക്കിപ്പോൾ കോഡ് എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട്
ഇപ്പോൾ കോഡൊക്കെ റൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ വലിയൊരു പ്രോസസ്സ് ആയിരിക്കും. അപ്പം അത്രയും നേരം അത് വർക്ക് ചെയ്യണം. സോ ഇത് എന്തായാലും എന്താണ്, ഡിലിജൻസ് കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ പെർഫോംസ് ട്രില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് ഇൻ എ സെക്കൻഡ് മച്ച് ഫാസ്റ്റർ ദാൻ എനി ഹ്യൂമൻ. ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നല്ല എന്ത് വേണം, ആക്യുറസി വേണം. സോ ഇതും ഡിലിജൻസ് വെച്ച് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ കണ്ടിന്യൂസ് പ്രോസസ്സിംഗ് ഡേറ്റ ഫോർ 72 hours സ്ട്രൈറ്റ് വിത്തൗട്ട് എനി ലോസ് ഓഫ് അറ്റൻഷൻ. അതായത് ഒരു അറ്റൻഷൻ ലോസും ഇല്ലാതെ 72 മണിക്കൂറോളം സ്ട്രൈറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നു. വിച്ച് മീൻസ് അഗെയിൻ കൺസിസ്റ്റൻസി ആൻഡ് ആക്യുറസി ആണ് കാണിക്കുന്നത്. എ കമ്പ്യൂട്ടർ ജനറേറ്റ്സ് ഇൻകറക്റ്റ് ഔട്ട്പുട്ട് ബിക്കോസ് ദ ഇനിഷ്യൽ ഡേറ്റ എൻറ്റേഡ് വാസ് ഫ്ലോഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അതായത് ഇവിടെ കമ്പ്യൂട്ടറിന് എന്ത് പറ്റി, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കമ്പ്യൂട്ടർ തന്നത്. കാരണം ഇനിഷ്യലി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡേറ്റ തെറ്റായിരുന്നു. സോ ഇതെന്ന് പറയുന്നത് ഡിലിജൻസ് കൊണ്ട് ഓവർകം ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ കമ്പ്യൂട്ടർ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നത്. പക്ഷേ ഇതൊക്കെ എന്താണ്, അത് അതിൻ്റെ ഡിലിജൻസ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാബിനറ്റ് കമ്മിറ്റീസ് ഈസ് നോട്ട് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യാത്ത ഇതിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യാത്ത ഒരേ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് പാർലമെൻ്ററി അഫയേഴ്സ് ആണ്. ബാക്കിയെല്ലാം പ്രൈം മിനിസ്റ്ററാണ് ഹെഡ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് എടുത്താലും എക്കണോമിക് അഫയേഴ്സ് എടുത്താലും ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഒക്കെ എടുത്താലും ഇതെല്ലാം നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് ഹെഡ് ചെയ്യുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയാണ് അത് ഹെഡ് ചെയ്യുന്നത്. പക്ഷേ പാർലമെൻ്ററി അഫയേഴ്സ് ഒരിക്കലും ആര് ചെയ്യത്തില്ല, പ്രൈം മിനിസ്റ്റർ ചെയ്യത്തില്ല. ഇപ്പോൾ ചെയ്യുന്നത് രാജ്നാഥ് സിംഗ് ആണ്, ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പാർലമെൻ്ററി അഫയേഴ്സ് എന്ന് വെച്ചാൽ ഡേ ടു ഡേ കാര്യങ്ങളാണ്. അതായത് എല്ലാ ദിവസവും ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാർലമെൻ്ററി അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഒരുപാട് ക്യാബിനറ്റ് കമ്മിറ്റികളുടെ ഹെഡായിട്ട് ഇരുന്നിട്ട് ഈ ഒരു ഡേ ടു ഡേ കാര്യത്തിൻ്റെയും കൂടെ ഹെഡായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ടാസ്ക് അല്ല. സോ അതുകൊണ്ടാണ് പാർലമെൻ്ററി അഫയേഴ്സ് എന്ത് ചെയ്യുന്നത്, മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ തേർഡ് ഷിഫ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.